ഓം സായിറാം. നമസ്കാരം. നാടക പ്രസ്ഥാനത്തിലൂടെ, പത്രപ്രവർത്തനത്തിലൂടെ, ചലച്ചിത്ര നിർമ്മാണത്തിലൂടെ, പുസ്തക പ്രകാശന മേഖലകളിലൂടെയും മലയാള നാടിൻ്റെ കലാസാഹിത്യ മണ്ഡലങ്ങളെ പതിറ്റാണ്ടുകളോളം വിസ്മയിപ്പിച്ച നാടക സാമ്രാട്ട്, അനിഷേധ്യ പ്രതിഭ ശ്രീ കലാനിലയം കൃഷ്ണൻ നായർ എന്ന എൻ്റെ ഗ്രാൻഡ് ഫാദർ കാലയവനികയ്ക്കുള്ളിൽ മറിഞ്ഞിട്ട് ഇന്ന് 44 വർഷമാകുന്നു. മലയാള നാടിന് അതുല്യ സംഭാവനകൾ നൽകിയ അദ്ദേഹത്തെ ആർക്കും വിസ്മരിക്കാൻ കഴിയില്ല. അദ്ദേഹവുമായി ഒരുപാട് ആത്മബന്ധമുണ്ടായിരുന്ന, ഇന്നും അദ്ദേഹത്തെ തൻ്റെ ഓർമ്മകളിൽ സൂക്ഷിക്കുന്ന, ഒരു വലിയ വിമാന അപകടത്തിൽ നിന്നുപോലും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയ മലയാള സിനിമയിലെ അതുല്യ നടൻ ബഹുമാനപ്പെട്ട ശ്രീ മധുസാറിൻ്റെ വാക്കുകളിലേക്ക്, ഓർമ്മകളിലേക്ക്. എനിക്ക് പണ്ടേ നാടകത്തോട് ഭ്രമമുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കലാനിലയത്തിൻ്റെ നാടകങ്ങൾ വന്നാൽ ഒത്തിരി തന്നെ കഴിയുമെങ്കിൽ അന്ന് തന്നെ ഞാൻ പോയി കാണുന്നു. അപ്പം അങ്ങനെ പത്രത്തിനെ കുറിച്ചും അറിയായിരുന്നു, എന്നെ കുറിച്ച് പത്രം വായിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ നേരത്തെ എനിക്കറിയാം, എന്നെ അറിയില്ലെങ്കിൽ ഡൽഹിയിൽ വെച്ച് കണ്ടാണ് സത്യത്തിൽ പേഴ്സണലായിട്ടൊന്ന് പരിചയപ്പെട്ടത്. അതിന് കൂടുതൽ സംസാരിക്കാനുള്ള അവസരം കിട്ടിയിട്ടുള്ളൂ. 2-3 പ്രാവശ്യം ഫ്ലൈറ്റിൽ ഞങ്ങൾ ഒരുമിച്ച് ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരം വരെ ഒരുമിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളും നാടകത്തിനെ കുറിച്ചും പത്രത്തിനെ കുറിച്ചും നാടിനെ കുറിച്ചും വീടിനെ കുറിച്ചും പിന്നെ അച്ഛനെ അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം. അവധി കാലത്ത് തിരുവനന്തപുരത്ത് വരുമ്പോൾ നാടകമുണ്ടെങ്കിൽ നാടകം കാണാൻ പോകും, അല്ലെങ്കിൽ എവിടെയെങ്കിലും റിഹേഴ്സൽ നടക്കുകയാണെങ്കിൽ അവിടെ കലാനിലയത്തിൻ്റെ റിഹേഴ്സൽ അവിടെ പോകും. അവിടെ പോയി റിഹേഴ്സൽ വായിച്ച് അങ്ങനെ ഒരു പ്രാവശ്യം മദ്രാസിൽ നിന്ന് വരുന്ന വഴിക്കാണ് ഈ നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുള്ള കേട്ടിട്ടുള്ള പത്രത്തിലെല്ലാം വന്നിട്ടുള്ള പ്ലെയിൻ ആക്സിഡൻറ്റ്, വിമാനാപകടം ഉണ്ടായത്. ഞാൻ നോക്കുമ്പോൾ ഫ്ലൈറ്റിൽ താഴെ കിടക്കുക. തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ പ്രാണനം കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി നോക്കും. ഞാൻ ഇപ്പോൾ തൂക്കി എടുത്ത് തോളിൽ കയറ്റിപ്പോൾ നേരെ വാതിലിൻ്റെ അവിടെ പോകും. അവിടെ ചെന്നപ്പോൾ പടിയൊന്നും എടുത്ത് വെച്ചിട്ടില്ല. ഈ ആ വാതിലിൽ നിന്ന് താഴെയുള്ള ദൂരം ചാടുകയെന്നേ വേണം. ഞാൻ പിന്നെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പ്രാണനല്ലേ നമുക്ക് ഇല്ലാത്ത ശക്തി കൂടി വരുമെന്ന് തോന്നും. ഞാൻ എടുത്ത് താഴെ ചാടി. എനിക്കെന്നാ നിയോഗം ഉണ്ടായത് ഞങ്ങൾ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം കുറേ കൂടെ വർദ്ധിച്ചു. സ്നേഹവും ബഹുമാനവും വർദ്ധിച്ചു. അവസാന കാലം വരെ നല്ല അടുപ്പത്തിലായിരുന്നു. അങ്ങനെ അല്ലാതെ ഒരു പക്ഷേ ഞാൻ സിനിമാക്കാരനായില്ല എന്ന് വരിയില്ലേ, ഞാൻ കലാനിലയത്തിൽ വർക്ക് ചെയ്തിരുന്നു. സൗന്ദര്യത്തിലും അഭിനയത്തിലും 70-80 കാലഘട്ടത്തിൽ സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ തിളങ്ങി നിന്ന പ്രോമിനൻ്റ് ലീഡ് ആക്ട്രസ്സാണ് റെസ്പെക്റ്റഡ് ശ്രീമതി പ്രമീള. കലാനിലയം ഫിലിംസിൻ്റെ താലപ്പൊലി എന്ന ചിത്രത്തിലെ നായിക. അവരുടെ വാക്കുകളിലേക്ക്. നമസ്കാരം. I'm very happy to hear the song from the movie Thalapuli, in which I was the heroine. Sri Kalanilayam Krishnan Nair sir, granddaughter Srimati Bindu Ravi's voice. She sang very well. I really love it. May God bless her always. അവരെ പാട്ട് പാടി ഞാൻ കേട്ടു. വളരെ മനോഹരമായ പാട്ട് പാടി കൊടുക്കും. എനിക്ക് കൃഷ്ണനാരായണ എൻ്റെ മനസ്സിൽ നിറയുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദറിനും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി അതുല്യ കലാകാരി ശ്രീമതി KG ദേവികയമ്മ എന്ന എൻ്റെ പ്രിയപ്പെട്ട ഗ്രാൻഡ് മദറിനും ട്രിബ്യൂട്ടായി അവർ നിർമ്മിച്ച കലാനിലയം ഫിലിംസിൻ്റെ താലപ്പൊലി എന്ന ചിത്രത്തിലെ ഒരു ഗാനം 2 പേരുടെയും ദീപ്തമായ സ്മരണയ്ക്ക് മുന്നിൽ ഞാൻ അർപ്പിക്കുന്നു. വൃശ്ചികക്കാറ്റേ വികൃതിക്കാറ്റേ വഴിമാറി വീശല്ലേ, വഴിമാറി വീശല്ലേ.
വീഴ്ചയാൽ പുഴയാകെ മാറും വഴി തെറ്റിപ്പോകുമീ കൊച്ചുവെള്ളം. വൃശ്ചികക്കാറ്റേ വികൃതിക്കാറ്റേ വഴിമാറി വീശല്ലേ, നീ വഴിമാറി വീശല്ലേ. എന്നെ കാണാൻ അക്കരെ നിൽക്കും കണ്ടാൽ നല്ലൊരു പെണ്ണ്, ചുണ്ടത്തെ ചിരി കണ്ടാൽ ചുരുളൻ മുടി കണ്ടാൽ കരളിൽ കുടമുല്ലപ്പൂ വിരിയും. വൃശ്ചികക്കാറ്റേ വികൃതിക്കാറ്റേ വഴിമാറി വീശല്ലേ, നീ വഴിമാറി വീശല്ലേ. ഓളങ്ങൾ മുറിച്ചും കൊണ്ടോടി വരും ഓടത്തിനെന്തോരുന്മാദം. തുഴ കൊണ്ടു തിരുതിരി തുഴയുമ്പോൾ അറിയാതെ പുഴയുടെ മാറത്ത് രോമാഞ്ചം. വൃശ്ചികക്കാറ്റേ വികൃതിക്കാറ്റേ വഴിമാറി